ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച അസിഡിമെട്രി ആൽക്കലിമെട്രിയിൽ നിന്നാണ് എങ്കിൽ അസിഡിമെട്രിയുടെ പ്രൊസീജിയർ എങ്ങനെ എഴുതും, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 മിനിറ്റിനുള്ളിൽ ഒരു അസിഡിമെട്രിക് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എഴുതാൻ അതിൻ്റെ എസെൻഷ്യൽ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയണം എന്ന് വിചാരിക്കുന്നു. അതായത് സിലബസിൽ 0.05 നോർമൽ HCl എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുസരിച്ച് നമ്മൾ n/10 സൊല്യൂഷനും n/20 സൊല്യൂഷനും, അതായത് 0.1 നോർമലും 0.05 നോർമലും പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള വെയ്റ്റ് കാൽക്കുലേഷനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. 0.1 ആണെങ്കിൽ 0.05 ആണെങ്കിൽ എങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് കാൽക്കുലേഷനും അതുപോലെ പ്രൊസീജിയർ എഴുതാനും ഈ നോർമാലിറ്റി ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ 0.05 നോർമൽ എടുക്കുമ്പോൾ വെയ്റ്റ് വളരെ കുറവായിരിക്കും. അതായത് ഇപ്പം 100 ml ഓക്സാലിക് ആസിഡ് 0.1 നോർമൽ ആണെങ്കിൽ 0.63 ഗ്രാമാണ്. അതേസമയം 0.05 നോർമലിൻ്റെ 100 ml ആണെങ്കിൽ 0.315 ഗ്രാമേ വരും, വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ 0.1 നോർമൽ 250 ml ആണെങ്കിൽ ഓക്സാലിക് ആസിഡ് 1.575 എന്നാൽ വേണം. n/20 ആണെങ്കിൽ 250 ml 0.7875. ഇങ്ങനെ വെയിറ്റ് കുറവ്, അതായത് സ്ട്രെങ്ത് കുറയുന്നതനുസരിച്ച് വെയിറ്റ് കുറവായിരിക്കും വരുന്നത്. അപ്പോൾ വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമ്മൾ വെയിങ്ങിനകത്തുള്ള എറർ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പം എല്ലാ എക്സ്പെരിമെൻറ്റും 0.1 നോർമൽ സൊല്യൂഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് n/10 സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിനി പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ആണ്, പ്രൈമറി സ്റ്റാൻഡേർഡ് വെയ്റ്റ്. അപ്പോൾ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് വെയ്റ്റ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000 അല്ലേ? നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് വെയ്റ്റ് ഇൻറ്റു വോളിയം ബൈ 1000, ദാറ്റ് ഈസ് NeV ബൈ 1000. ഏതൊരു കുട്ടിക്കും കാണാപ്പാടമാണിത്. NeV ബൈ 1000, അത് W എന്നിരിക്കട്ടെ. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആസിഡ് യു ആർ സപ്ലൈഡ് വിത്ത് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതെല്ലാം ആസിഡ്സാണ് അസിഡിമെട്രിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ തരുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: എസ്റ്റിമേറ്റ് HCl പ്രസൻറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് HNO3, അതുമല്ലെങ്കിൽ H2SO4, അല്ലെങ്കിൽ H2C2O4. ഈ 4 ആസിഡ്സാണ് അസിഡിമെട്രിയിൽ നമുക്ക് ആസിഡ് എസ്റ്റിമേഷനായിട്ട് തരുന്നത്. നിങ്ങൾ നോക്കിയാൽ ഈ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇതെല്ലാം ചെയ്തപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് തന്നിട്ടുള്ളത് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണെന്ന് കാണാം, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് ഇസ് എൻ ആസിഡ് ആൻഡ് ദാറ്റ് ഈസ് എ വീക്ക് ആസിഡ്. ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചിലതെല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് HCl, HNO3, H2SO4 സ്ട്രോങ് ആസിഡ്സ് ആണ്. ഓക്സാലിക് ആസിഡ് വീണ്ടും ഒരു വീക്ക് ആസിഡാണ്. അപ്പോൾ 2 ആസിഡുകൾ തമ്മിലാണ് നമുക്ക് ടൈട്രേഷൻ വരുന്നത്, റിയാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇത് രണ്ടും റിയാക്റ്റ് ചെയ്യാത്തവരായതുകൊണ്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്ട്രോങ് ബേസ് എടുക്കണം. അതെന്ന് പറയുന്നത് NaOH അല്ലെങ്കിൽ KOH ആയിരിക്കും. ഇനി ഇതിൽ ഓരോ ആസിഡും, ഇത് 3ഉം ഒരേ കാറ്റഗറിയാണ്, സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസും, അതുപോലെ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. ഇങ്ങനത്തെ ടൈട്രേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് ഏതാണെന്ന് കിട്ടി, ലിങ്ക് സൊല്യൂഷൻ ഏതാണെന്ന് കിട്ടി, എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് സൊല്യൂഷനായിട്ട് തന്നെയാണ് തരുന്നത്. എപ്പോഴും ഒരു നമ്പേർഡ് ബോട്ടിൽ നമ്പർ 1, 3 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നമ്പേർഡ് ബോട്ടിൽ തരുന്ന സൊല്യൂഷനാണ്. അതിൻ്റെ വോളിയം നമുക്കറിയത്തില്ല.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബോട്ടിലിൽ തരുന്ന സൊല്യൂഷനെ നമ്മൾ ഒരു നോൺ വോളിയമായിട്ട് മേക്കപ്പ് ചെയ്യും അല്ലേ. സോ മേക്കിംഗ് അപ്പ്, അപ്പോൾ അത് 100 ml ആകാം, 250 ml ആകാം. ഇതിലേത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊസീജിയർ എഴുതാം, അത് പ്രശ്നമില്ല, ചെയ്യുന്നതല്ലല്ലോ. ഇനി ഇതാണെങ്കിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സോളിഡാണ്, ക്രിസ്റ്റൽസ് ആണ്. ഇപ്പോൾ സോളിഡ് വെച്ചിട്ട് ടൈട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ സോളിഡിനെ കാൽക്കുലേറ്റഡ് വെയിറ്റ് എടുത്ത് നമുക്ക് സൊല്യൂഷനാക്കി അങ്ങനെ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കും. അപ്പം ഇപ്പോൾ രണ്ട് സബ്സ്റ്റൻസും സൊല്യൂഷൻ ഫോമിലാണ്. ഇൻ്റർമീഡിയറ്റ് ഓൾവേസ് ഒരു സൊല്യൂഷനായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് നോക്കാം. ആദ്യത്തെ വെയിറ്റ് കാൽക്കുലേഷൻ NEV/1000 നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പം ഏത് സബ്സ്റ്റൻസിൻ്റെ വേണമെങ്കിലും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അസിഡിമെട്രിന്നോ പെർമാംഗനമെട്രിന്നോ ഡൈക്രോമെട്രിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ വെയിറ്റ് കാൽക്കുലേഷൻ വരും. ഇനി പ്രൊസീജിയർ എഴുതാൻ അത് തന്നെ ആവണമെന്നില്ല. പ്രൊസീജിയർ എഴുതാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആകാം. പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേഷന് തരുന്നതും വേറൊരു ക്വസ്റ്റ്യൻ ആകാം. അപ്പോൾ അതെല്ലാം കണക്കാക്കി വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇവിടെ അസിഡിമെട്രിയിൽ നിന്നാണ് പ്രൊസീജിയർ എഴുതാൻ തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് ഡിസ്കഷന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ഓരോരോ ഇതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് എങ്കിൽ അതിൻ്റെ തന്നെ വെയിറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ആ റിക്വയർഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വെയിറ്റ് ഓർമ്മയുണ്ടെങ്കിൽ ആ വെയിറ്റ് എഴുതുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് എത്ര വെയിറ്റ് എടുക്കണം, അപ്പോൾ അത് 100 ml സൊല്യൂഷൻ 0.1 എന്ന് നിങ്ങൾക്ക് എഴുതിയാൽ ഈസി ആയിട്ട് 0.63 gram എന്ന് എഴുതാം. അതല്ല പെട്ടെന്ന് വെയിറ്റ് ഓർമ്മ വരുന്നില്ലെങ്കിൽ റിക്വയർഡ് വെയിറ്റ് എന്ന് എഴുതിയാൽ മതി. സോ ഇവിടെ ഞാൻ ജനറലായിട്ട് W of oxalic acid crystal is accurately weighed out into a 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മെയ്ഡ് അപ്പ് ടു ദ മാർക്ക്. അതായത് നമ്മൾ സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് ആ സൊല്യൂഷൻ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്ത് മേക്കപ്പ് ചെയ്യണം. ആ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് എസെൻഷ്യലായിട്ട് എഴുതുവാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് പ്രൊസീജിയർ എഴുതുമ്പം നമ്മൾ വെയിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 0.63 gram എന്ന് എഴുതാം. 0.63 gram ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽ, അല്ലെങ്കിൽ റിക്വയർഡ് വെയിറ്റ് ഓഫ് ഓക്സാലിക്, കാൽക്കുലേറ്റഡ് വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽ ഈസ് ആക്യുറേറ്റ്ലി വെയ്ഡ്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ആക്യുറേറ്റ്ലി വെയ്ഡ്, ആ വെയിറ്റ് നമുക്കറിയണം. ഇവിടെ ഒരു കാൽക്കുലേഷനാണ്, അത് തന്നെ ആയിരിക്കില്ല നമുക്ക് വെയിറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ വെയിറ്റാണ് നമുക്ക് പിന്നീട് വേണ്ടത്. അത് എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്താണ് അത് കൃത്യതയോടെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. സോ ആക്യുറേറ്റ്ലി വെയ്ഡ് ഔട്ട് ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മെയ്ഡ് അപ്പ് ടു ദ മാർക്ക്. സെക്കൻഡ് എന്ന് പറയുന്നത് മേക്കിംഗ് അപ്പ് ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. അതായത് നമ്മൾ രണ്ടാമതായിട്ട് നമുക്ക് ബോട്ടിൽ തന്നിരിക്കുന്ന സൊല്യൂഷനെ ഒരു നോൺ വോളിയമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ദ ഗിവൺ സൊല്യൂഷൻ ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മെയ്ഡ് അപ്പ് ടു ദ മാർക്ക് ആൻഡ് ഷേക്കൺ ഫോർ യൂണിഫോം കോൺസെൻട്രേഷൻ, അങ്ങനെയും കൂടെ വേണമെങ്കിൽ എഴുതാം. സോ ഫസ്റ്റ് 2 steps ഈസ് ഓവർ. അതായത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് തന്നതിനെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനാക്കി മാറ്റി, അതുപോലെ തന്നെ എസ്റ്റിമേഷന് തന്ന ചെറിയ ബോട്ടിലുള്ള സൊല്യൂഷനെ നമ്മൾ ഒരു നോൺ വോളിയം 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തു. അപ്പോൾ 2 സൊല്യൂഷനും റെഡിയാണ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ റെഡി, എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ റെഡി. അങ്ങനെ നമ്മുടെ മേക്കപ്പ് സെഷൻ കഴിഞ്ഞു, പ്രിപ്പറേഷനും മേക്കിംഗ് അപ്പും കഴിഞ്ഞു. എങ്കിൽ നമുക്കിനി സ്റ്റാൻഡർഡൈസേഷൻ, എസ്റ്റിമേഷൻ നോക്കാം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി ഇൻ്റർമീഡിയറ്റ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഇസ് എ സ്ട്രോങ് ബേസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രൊസീജിയർ എഴുതാം. 20 ml ഓഫ് NaOH. ശ്രദ്ധിച്ചോ, എപ്പോഴും നമ്മൾ ബേസാണ് പിപ്പറ്റ് ചെയ്യുന്നത്. 20 ml ഓഫ് NaOH ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. എ ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് ആഡഡ് ടു ഇറ്റ്. അപ്പോൾ ഇവിടെ ടൈട്രേഷൻ എന്താണ്, നമുക്ക് ഓക്സാലിക് ആസിഡാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുക്കുന്നത്. നോക്കാം.
ടൈട്രേറ്റഡ് അഗൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ഫ്രം ദ ബ്യൂററ്റ്. അപ്പോൾ ഓക്സാലിക് ആസിഡും NaOHും വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആകുമ്പോൾ നമുക്ക് ഈ ഫൈറ്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് വീക്കർ സെക്ഷനെയാണ്. വീക്കർ സെക്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു അസിഡിക് ഇൻഡിക്കേറ്ററാണ് വേണ്ടത്. ദാറ്റ് ഈസ് HPH, ഫിനോഫ്തലിൻ. സോ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ എന്താണ്? ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ. അതിൻ്റെ കളറിൽ തന്നെ ഇരിക്കട്ടെ. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് ആഡഡ് ടു ഇറ്റ് ആൻഡ് ടൈട്രേറ്റഡ് അഗൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ഫ്രം ദ ബ്യൂററ്റ്. സോ 20 ml NaOH നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. ഒരു ഡ്രോപ്പ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. ബ്യൂററ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡിനെ ഫില്ല് ചെയ്യുന്നു. അത് വെച്ചിട്ട് ടൈട്രേഷൻ ചെയ്യുന്നു. ടൈട്രേഷൻ്റെ എൻഡ് പോയിൻ്റ് എന്താണ്? ബേസിക് മീഡിയത്തിൽ ഫിനോഫ്തലിന് പിങ്ക് കളറാണ്. അപ്പോൾ പിങ്ക് ടു എന്തായിട്ട് മാറും? നമുക്ക് കളർലെസ്. സോ എന്താണ് എൻഡ് പോയിൻ്റ്? പിങ്ക്. ബേസിക് മീഡിയത്തിൽ പിങ്ക് കളറ്, അതിൽ ന്യൂട്രൽ, അതിനുശേഷം ആസിഡിക് മീഡിയം. അപ്പോൾ ന്യൂട്രൽ, എക്സാക്ട് ന്യൂട്രലാണ് നമുക്ക് നിർത്തേണ്ടത്. അവിടെ പിങ്ക് ടു കളർലെസ് ആയിരിക്കും എൻഡ് പോയിൻ്റ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ആസിഡാണ്. എസ്റ്റിമേഷൻ ഓഫ് ആസിഡ് ഇവിടെ ശ്രദ്ധിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈം ബ്യൂററ്റ് ഈസ് ഫിൽഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ്. ബ്യൂററ്റിനകത്ത് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് നിറച്ചിരിക്കുകയാണ്. ആ സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആ ബ്യൂററ്റിൽ വീണ്ടും പുതിയ എസ്റ്റിമേഷനുള്ള ആസിഡ് ഫില്ല് ചെയ്യണം. അങ്ങനെ ഒരു പ്രൊസീജിയറും കൂടെ നമുക്ക് ആസിഡ് എസ്റ്റിമേഷനുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. പക്ഷേ പ്രൊസീജിയർ കഴിയുമ്പോൾ നമുക്ക് ബ്യൂററ്റിൽ വീണ്ടും ആസിഡ് എടുക്കുന്നു, NaOH പിപ്പറ്റ് ചെയ്യുന്നു, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്. അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് പ്രൊസീജിയർ എഴുതാൻ എഗെയിൻ 20 ml of NaOH is pipetted out into a conical flask. A drop of indicator is added to it. Then it is titrated against the made up acid taken in the burette. Made up acid എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. അതായത് ബോട്ടിലിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ മേക്കപ്പ് ചെയ്ത ആസിഡാണ് ബ്യൂററ്റിൽ എടുത്തിരിക്കുന്നത്. എഗെയിൻ എൻഡ് പോയിൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതായത് ബേസ് NaOH ആണ്. നമ്മൾ ആസിഡ് സ്ട്രോങ് ആസിഡാണ്, HCl ആണ് എടുക്കുന്നതെങ്കിൽ സ്ട്രോങ് ആണ്. അപ്പോൾ യു ക്യാൻ യൂസ് എനി ഇൻഡിക്കേറ്റർ. HNO3 ആണെങ്കിലും അതേപോലെ H2S. അപ്പോൾ ഈ 3 ആസിഡും സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് ഈ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ടുള്ള ടൈട്രേഷന് നിങ്ങൾക്ക് മീഥൈൽ ഓറഞ്ചോ ഫിനോഫ്തലിനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ ഫിനോഫ്തലിൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ ഇതിനെല്ലാത്തിനും ബാധകമായിട്ടുള്ള ഫിനോഫ്തലിനാണ് ഇവിടെ എഴുതുന്നത്. സോ ഫിനോഫ്തലിൻ എഴുതിയാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതല്ല നിങ്ങളിവിടെ മീഥൈൽ ഓറഞ്ച് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാത്രം ഉപയോഗിക്കാം. കാരണം ഇത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ 2 ഇൻഡിക്കേറ്ററും ഈക്വലി ഉപയോഗിക്കാം. അപ്പോൾ ഓക്സാലിക് ആസിഡിനെയും കൂടെ ചേർത്ത് എഴുതുന്നതുകൊണ്ടാണ് ഇവിടെ ഫിനോഫ്തലിൻ എഴുതിയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും എൻഡ് പോയിൻ്റ് കറക്റ്റായിട്ട് പറയണം. ഈ ഫിനോഫ്തലിൻ ഈസ് യൂസ്ഡ്, അതായത് ബേസിക് മീഡിയത്തിൽ അത് പിങ്ക് കളറാണ്. പിങ്ക് ടു നേരത്തെ പോലെ തന്നെ കളർലെസ് ആണ്. ഇനി ഫിനോഫ്തലിന് പകരം നിങ്ങൾ മീഥൈൽ ഓറഞ്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കളർ ചേഞ്ച്? ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങളുടെ പ്രൊസീജിയർ ഇസ് ഓവർ. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം ഫ്രം ദി നോർമാലിറ്റി ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫ്രം ദ നോർമാലിറ്റി ഓഫ് ദി estimation solution we can calculate the mass in the whole of the given solution. Of standard solution, then making up of the given solution, then standardization of the intermediate solution, estimation of the given acid. ഇത്രയും സ്റ്റെപ്സ് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും. അതിൽ ശ്രദ്ധിക്കേണ്ടത് പിപ്പറ്റ് ചെയ്യുന്നത് ഏത് സൊല്യൂഷൻ, ബ്യൂററ്റിലെടുക്കുന്ന ഏത് സൊല്യൂഷൻ, ഇൻഡിക്കേറ്റർ ഏതാണ്, ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് എന്താണ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് പ്രൊസീജിയർ റൈറ്റിങ്ങിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പോയിൻറ്റും കൂടി ഞാൻ പറയുകയാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രാക്ടിക്കലിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10 മിനിറ്റിനുള്ളിലാണ് നമ്മൾ പ്രൊസീജിയർ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ആ 10 മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഈ ഒരു ഇക്വേഷനും കൂടെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇക്വേഷൻസ് എഴുതാം. അതായത് നമ്മുടെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് NaOHും ഓക്സാലിക് ആസിഡുമാണ്. അപ്പോൾ അതിൽ നിന്ന് സോഡിയം ഓക്സലേറ്റും വാട്ടറും ഉണ്ടാകും. ബാക്കി എല്ലാ റിയാക്ഷനും ഇതാണ്. അപ്പോൾ എസ്റ്റിമേഷനകത്ത് ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ സെയിം റിയാക്ഷൻ വരും. മറ്റുള്ള ആസിഡുകളാണെങ്കിൽ അതനുസരിച്ച് കറസ്പോണ്ടിങ് സോൾട്ടും വാട്ടറും. അപ്പോൾ ഓൾ ആർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എല്ലായിടത്തും നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടറാണ് ഫോം ചെയ്യുന്നത്. ഡൈബേസിക് ആസിഡ് ആകുന്ന കേസിൽ മാത്രം 2 മോളിക്യൂൾസ് NaOH റിയാക്ട് ചെയ്യും, 2 H2O ഫോം ചെയ്യും. ബാക്കി എല്ലായിടത്തും 1 മോളിക്യൂൾ ഓഫ് H2O. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേപ്പബിൾ ആയല്ലോ പ്രൊസീജിയർ എഴുതാനായിട്ട്. ആസിഡ് എസ്റ്റിമേഷൻ, ആസിഡിമെട്രിയുടെ പ്രൊസീജിയർ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. യു ക്യാൻ ഗെറ്റ് ഫുൾ മാർക്സ് ഫോർ ദ പ്രൊസീജിയർ. ഓക്കെ, ആസിഡിമെട്രിയുടെ പ്രൊസീജിയർ എഴുതാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് എസ്റ്റിമേഷൻ്റെ ടൈട്രേഷനിൽ നിന്ന് നമ്മുടെ അൺനോൺ സൊല്യൂഷൻ്റെ നോർമാലിറ്റി കിട്ടും N3 എന്ന്. ആ N3യെ നമ്മൾ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്പീഷീസ് HCl, HNO3, H2SO4, ഓക്സാലിക് ആസിഡ് ഇതിലേതെങ്കിലും ഒന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്പീഷീസിൻ്റെ ഇക്വലൻ്റ് മാസ് കൊണ്ടാണ് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് മാസ് നമുക്ക് മാസ് പെർ ലിറ്റർ കിട്ടും. ആ മാസ് പെർ ലിറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 ആയിട്ടാണ് നമ്മൾ ഗിവൺ സൊല്യൂഷനെ മേക്കപ്പ് ചെയ്തെങ്കിൽ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ല 250 ml ആയിട്ടാണ് എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനെങ്കിൽ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ റിസൾട്ട് എഴുതും, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. ഇവിടെ ഈ ഇക്വലൻ്റ് മാസ് കാര്യം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കി വയ്ക്കണം. അതായത് HCl ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിസിറ്റി 1 ആണ്. അതായത് ഒരു ഇക്വലൻ്റ് ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് മോളിക്കുലർ മാസും ഇക്വലൻ്റ് മാസും ഒന്ന് തന്നെയാണ്. മോളിക്കുലർ വെയ്റ്റും ഇക്വലൻ്റ് വെയ്റ്റും ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് 36.45 എക്സാക്റ്റ് ആയിട്ട്. ദെൻ HNO3യുടേത് മോളിക്കുലർ മാസും ആറ്റംസിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. HNO3യുടെ 63 ആണ്, ഇക്വലൻ്റ് മാസും അത് തന്നെയാണ്. ഓക്സാലിക് ആസിഡിൻ്റെ നമ്മൾ 63 ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ H2SO4ൻ്റെ 98 ആണ്, പക്ഷേ ബേസിസിറ്റി 2 ആയതുകൊണ്ട് ഇക്വലൻ്റ് മാസ് 49 ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓക്സാലിക് ആസിഡാണ്. അപ്പം നോർമൽ കോഴ്സിൽ ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ 2H2Oയും കൂടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേത് നമുക്ക് 126 ആണ് മോളിക്കുലർ മാസ്, ഇക്വലൻ്റ് മാസ് 63. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇനി നമ്മളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. അതായത് അൺഹൈഡ്രസ് ഓക്സാലിക് ആസിഡ്, എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് അൺഹൈഡ്രസ് ഓക്സാലിക് ആസിഡ്. ഇത് കൂടുതലായിട്ടും പെർമാഗ്നോമെട്രിക് ടൈട്രേഷനിലാണ് ഇങ്ങനെ വരുന്നത്. ഇനി ആസിഡിമെട്രിയിലും ചോദിച്ചാൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അൺഹൈഡ്രസ് ഓക്സാലിക് ആസിഡ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഈ 63 എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അവിടെ ആവശ്യമില്ല. സോ യു സിംപ്ലി കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് H2C2O4. ദാറ്റ് ഈസ് H2C2O4 എന്ന് 2 പ്ലസ് കാർബൺ 24 പ്ലസ് ഓക്സിജൻ 64 അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതാണ്ട് 90 വരും. ഓക്കെ, അപ്പോൾ ഓക്സാലിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത്, അൺഹൈഡ്രസ് ഓക്സാലിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് 45 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നോർമൽ N3യെ ഈ ഇക്വലൻ്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് മാസ് പെർ ലിറ്ററും മാസിൻ്റെ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷനും കണ്ടുപിടിക്കേണ്ടി വരും. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക.